അവസാനമായി എന്നെ വിളിച്ച് തെറി പറഞ്ഞിട്ട് ഞാൻ നിർത്തൂല, എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ നിർത്തൂല, അങ്ങനെ നിർത്തി പോകാനല്ലത് തുടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓരോ തെറികള്, പൊതുസമൂഹത്തോട് പറയാൻ പറ്റാത്ത തെറികള്, അതിന്റെ പുറമെ ഭീഷണികള്. അതിന്റെ തല വെട്ടും തലയെടുക്കും മര്യാദക്ക് നടന്നോന്ന്. ഏടോ തല വെട്ടണെങ്കിൽ വെട്ടടോ ചക്കെ, പക്ഷേ പെരടിക്ക് മുകളിൽ ഈ തല ഇരിക്കുന്നിടത്തോളം കാലം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങളുടെ ഈ ഭീഷണി ഉണ്ടല്ലോ, നിങ്ങളെ ഈ ഓലപ്പാമ്പ് കണ്ടിട്ട് നിർത്താനല്ലത് തുടങ്ങിയത്, മനസ്സിലാക്കി വെച്ചോ. തല എടുക്കുന്നോ എടോ? നിങ്ങളൊക്കെ മാറി 60-70 കൊല്ലം ഈ പേട്ട് തലയും പെരടിയിൽ വെച്ച് ജീവിക്കണം എന്തിനാടോ? അതുകൊണ്ട് വിളിച്ച് തെറി പറയുന്ന ആളുകളോടും ഭീഷണിപ്പെടുത്തുന്ന ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വിഷയം തെറി പറഞ്ഞോണ്ടോ ഭീഷണിപ്പെടുത്തോണ്ടോ ഞാനിത് നിർത്താൻ പോണില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 3 രീതിയിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ആദർശപരമായി മറുപടി പറയാം, അല്ലെങ്കിൽ നിയമപരമായി നേരിടാം, അതുമല്ലെങ്കിൽ കയ്യൂക്കിന്റെ രീതിയിൽ മുന്നോട്ട് പോകാം. ഈ 3 രീതിയിൽ പ്രതികരിച്ചാലും അതിനെ നേരിടാൻ ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണ്. എന്നാലും ഈ പറച്ചിൽ അവസാനിപ്പിക്കൂല. ഇത് അള്ളാഹു ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും ആഫിയത്തും തരുന്ന കാലത്തോളം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഈ സമുദായത്തിനെ ഇത്തരം കൊടിയ അന്ധവിശ്വാസങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഈ വിശ്വാസ വ്യതിചലനത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് ഓരോ സലഫിയുടെയും ബാധ്യതയാണ്. ആ ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. പല ഉസ്താദുമാരും ഖത്തീബുമാരും മഹല്ല് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അങ്ങനെ തുടങ്ങി ഈ സമസ്തയുടെ മുൻനിരയിൽ നിൽക്കുന്ന പല ആളുകൾക്കും മാറ്റം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.